വെള്ളാപ്പള്ളിയുടെ വർഗീയതയെ കൂട്ടുപിടിക്കുന്നു എന്ന വിമർശനം നിലനിൽക്കെ വീണ്ടും വർഗീയതയെ തള്ളാതെ മുഖ്യമന്ത്രി. നിലവിൽ മുഖ്യമന്ത്രിയും CPM-ഉം നേരിടുന്ന ഏറ്റവും വലിയ വിമർശനം മൃദു ഹിന്ദുത്വ നിലപാടുകളും രാഷ്ട്രീയ നേട്ടത്തിനായി നടത്തുന്ന വർഗീയ ധ്രുവീകരണവുമാണ്. UDF അധികാരത്തിൽ വന്നാൽ ജമാഅത്തെ ഇസ്ലാമി ആഭ്യന്തര വകുപ്പ് ഭരിക്കുമെന്ന AK ബാലന്റെ പ്രസ്താവനയും അതിന് മുഖ്യമന്ത്രി നൽകിയ പിന്തുണയുമാണ് പുതിയ വിവാദങ്ങൾക്ക് തിരികൊളുത്തിയിരിക്കുന്നത്. അതുപോലെ വെള്ളാപ്പള്ളി നടേശൻ വിവിധ സമയങ്ങളിൽ നടത്തിയ ന്യൂനപക്ഷ വിരുദ്ധ പരാമർശങ്ങൾക്കെതിരെ സർക്കാർ നടപടിയെടുക്കുന്നില്ലെന്ന വിമർശനവും ശക്തമാണ്. ഈ ആരോപണങ്ങൾ നിലനിൽക്കെയാണ് വീണ്ടും പുതിയ വർഗീയ പരാമർശങ്ങളും വിവാദങ്ങളും ഉണ്ടായിരിക്കുന്നത്. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട വർഗീയ ധ്രുവീകരണത്തിനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്ന പ്രതിപക്ഷ ആരോപണം ഉയർന്നു. പുതിയ വിവാദങ്ങളുടെ പശ്ചാത്തലം ഇതാണ്. UDF അധികാരത്തിൽ വന്നാൽ ആഭ്യന്തര വകുപ്പ് ജമാഅത്തെ ഇസ്ലാമി നിയന്ത്രിക്കുമെന്നും ഇത് മാറാട് മോഡൽ വർഗീയ കലാപങ്ങൾക്ക് വഴിവെക്കുമെന്നുമായിരുന്നു AK ബാലന്റെ വിവാദ പരാമർശം. ഈ പ്രസ്താവന CPM-നുള്ളിൽ പോലും അതൃപ്തിയുണ്ടാക്കിയെങ്കിലും മുഖ്യമന്ത്രി ഇതിനെ ശക്തമായി പിന്തുണച്ചു. വർഗീയതയ്ക്കെതിരെ സംസാരിക്കുന്നത് ന്യൂനപക്ഷ വിരുദ്ധതയല്ലെന്നും ബാലൻ പറഞ്ഞത് ശരിയായ നിരീക്ഷണമാണെന്നും കേരളത്തിന്റെ കഴിഞ്ഞകാല അനുഭവങ്ങൾ ഓർമ്മിപ്പിക്കുക മാത്രമാണ് അദ്ദേഹം ചെയ്തതെന്നും മുഖ്യമന്ത്രി നിയമസഭയിലും പുറത്തും ന്യായീകരിച്ചു. ഇത് കേരളത്തിൽ വലിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് തുടക്കമിട്ടിട്ടുണ്ട്. അതുപോലെ കഴിഞ്ഞ 6 മാസത്തിനിടെ 20-ലധികം തവണ വെള്ളാപ്പള്ളി വിദ്വേഷ പരാമർശം നടത്തിയെന്ന ആരോപണമുയർന്നിട്ടും അദ്ദേഹം ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് എതിരെയാണ് സംസാരിക്കുന്നത് എന്ന ന്യായീകരണമാണ് മുഖ്യമന്ത്രി നൽകിയത്. വെള്ളാപ്പള്ളിക്ക് സർക്കാർ സംരക്ഷണം നൽകുന്നതായും മുഖ്യമന്ത്രി അദ്ദേഹത്തെ സൽഗുണസമ്പന്നനായി അവതരിപ്പിക്കുകയാണെന്നും പ്രതിപക്ഷം വിമർശിച്ചിരുന്നു. SNDP-യുടെ വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ടുള്ള തന്ത്രപരമായ നീക്കമാണിതെന്ന് രാഷ്ട്രീയ നിരീക്ഷകരും വിലയിരുത്തുന്നു. പ്രതിപക്ഷ നേതാവ് VD സതീശൻ AK ബാലന്റെ പ്രസ്താവനയെ അത്യന്തം അപകടകരവും വർഗീയവും എന്ന് വിശേഷിപ്പിച്ചു. ഗുജറാത്തിൽ സംഘപരിവാർ പയറ്റിയ അതേ തന്ത്രമാണ് CPM കേരളത്തിൽ നടപ്പാക്കാൻ ശ്രമിക്കുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു. വർഗീയത വിളമ്പുന്ന പ്രസ്താവന AK ബാലനെ കൊണ്ട് പറയിപ്പിച്ചതാണെന്നും AICC സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ആരോപിച്ചു. അതേസമയം ബാലന്റെ പരാമർശം അപകീർത്തിപരമാണെന്ന് ചൂണ്ടിക്കാട്ടി ജമാഅത്തെ ഇസ്ലാമി 1 കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ നിലപാടുകളിൽ ഇടതുമുന്നണിയിലെ ഘടകകക്ഷിയായ CPI-ക്കും അതൃപ്തിയുണ്ട്. വരുന്ന തിരഞ്ഞെടുപ്പിൽ ന്യൂനപക്ഷ വോട്ടുകൾ അകലാൻ ഇത്തരം പ്രസ്താവനകൾ കാരണമാകുമെന്ന് അവർ ആശങ്കപ്പെടുന്നു. അതുപോലെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഈ പ്രസ്താവനയെ തള്ളിപ്പറയുകയും അത് ബാലന്റെ വ്യക്തിപരമായ മറുപടിയാണെന്നും പാർട്ടി നിലപാടല്ലെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. പാലക്കാട് ജില്ലാ കമ്മിറ്റി യോഗത്തിലും ബാലനെതിരെ വിമർശനം ഉയർന്നു. വർഗീയതയ്ക്കെതിരെ പോരാടുന്നു എന്നവകാശപ്പെടുന്ന ഒരു സർക്കാരിന്റെ തലപ്പത്തിരിക്കുന്നവർ തന്നെ ഇത്തരത്തിൽ പ്രകോപനപരമായ പ്രസ്താവനകൾ നടത്തുന്നത് കേരളത്തിന്റെ ഭാവിക്ക് വൻ ഭീഷണിയാണെന്ന വികാരം പൊതുസമൂഹത്തിൽ ശക്തമാണ്. തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിനു വേണ്ടി നാടിന്റെ സമാധാനം പണയപ്പെടുത്തുന്ന ഇത്തരം നീക്കങ്ങൾക്കെതിരെ ശക്തമായ ജനകീയ പ്രതിരോധം ആവശ്യമാണെന്ന് വിവിധ സംഘടനകളും ആവശ്യപ്പെടുന്നു. ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്നവർ ഇത്തരത്തിൽ അടിസ്ഥാനരഹിതവും പ്രകോപനപരവുമായ പ്രസ്താവനകൾ നടത്തുന്നത് കേരളത്തിന്റെ സാമൂഹിക ഐക്യത്തെ തകർക്കുമെന്നാണ് വിലയിരുത്തുന്നത്.